കേരളത്തിൻ്റെ അങ്ങ് വടക്കേ അറ്റത്തായി സ്ഥിതി ചെയ്യുന്ന ശ്രീ പറശ്ശിനിക്കടവ് മുത്തപ്പൻകാവിൽ നിങ്ങൾ ഒരിക്കലെങ്കിലും പോയിട്ടുണ്ടോ? ജാതിയോ മതമോ ഒന്നും തന്നെ നോക്കാതെ ആർക്കും എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി സാധിക്കും. ഇവിടെ വലിയവനെന്നോ ചെറിയവനെന്നോ ഒന്നും തന്നെ വ്യത്യാസമില്ല. എല്ലാവരും മുത്തപ്പന് സമന്മാരാണ്. മുത്തപ്പൻകാവിലെത്തുന്ന ഏതൊരു ഭക്തനും മുത്തപ്പന്റെ അതിഥിയാണ്. അതിനാൽ തന്നെ ചെന്ന് കയറിയ പാടെ നമുക്ക് ഈ ചായയും പയറും തേങ്ങയും ഒക്കെ ലഭിക്കും. അത് കഴിഞ്ഞ് മുത്തപ്പനെ കണ്ട് തൊയ്ത ശേഷം നമുക്ക് ഉച്ചയ്ക്ക് നല്ല ചോറും സാമ്പാറും ഒക്കെ ഉണ്ടായിരിക്കും. ചിലപ്പോൾ നല്ല ചുട്ട മീനും കിട്ടിയേക്കാം. ഇനി അതല്ല, എല്ലാം കഴിഞ്ഞ് രാത്രി അവിടെ തങ്ങണമെന്നുണ്ടെങ്കിൽ താമസിക്കാനുള്ള ഇടവും കൂടി മുത്തപ്പൻകാവിൽ നമുക്ക് ലഭിക്കുന്നതാണ്. ഇതൊക്കെ കൊണ്ട് തന്നെ മുത്തപ്പൻകാവ് എന്ന് പറയുന്നത് ഒരു വിരുന്ന് വീട്ടിൽ അല്ലെങ്കിൽ ഒരു കുടുംബ വീട്ടിൽ നമ്മൾ വിരുന്നു പോകുന്ന പോലെയാണ് ഏതൊരു ഭക്തനും തോന്നാറ്. തൻ്റെ സങ്കടങ്ങൾ എന്തും തന്നെ ആയിക്കോട്ടെ, അതെന്തു തന്നെയായാലും മുത്തപ്പനോട് നമുക്ക് നേരിട്ട് പറയാൻ വേണ്ടി സാധിക്കും. എല്ലാം കേട്ടതിന് ശേഷം മുത്തപ്പൻ തന്നെ നമ്മുടെ സങ്കടങ്ങളുടെയൊക്കെ പരിഹാരവും പ്രതിവിധിയും അനുഗ്രഹവും എല്ലാം തന്നെ നൽകും. നിങ്ങൾ ട്രെയിൻ മാർഗമാണ് ഇങ്ങോട്ടേക്ക് വരാൻ ആഗ്രഹിക്കുന്നത് എങ്കിൽ ഇറങ്ങേണ്ട സ്റ്റേഷൻ എന്ന് പറയുന്നത് കണ്ണൂർ തന്നെയാണ്. ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും നിയറസ്റ്റ് സ്റ്റേഷനായിട്ട് കാണിക്കുന്നത് കണ്ണപുരം എന്ന് പറയുന്നൊരു സ്റ്റേഷനാണ്. പക്ഷേ ഇത് താരതമ്യേന ചെറിയ സ്റ്റേഷൻ ആയതുകൊണ്ട് ഇവിടെ അധികം ട്രെയിനുകൾക്കൊന്നും സ്റ്റോപ്പില്ല. അതുകൊണ്ട് തന്നെ കണ്ണൂർ ഇറങ്ങി അവിടെ നിന്നും നിങ്ങൾക്ക് ബസ് മാർഗം പറശ്ശിനിക്കടവിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി സാധിക്കുന്നതാണ്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ്റെ വളരെ അടുത്തായിട്ടാണ് കണ്ണൂർ ബസ് സ്റ്റാൻഡ് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 650 മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഇവിടേക്ക്. നിങ്ങൾക്ക് നടന്നോ അല്ലെങ്കിൽ ഓട്ടോയോ ഉപയോഗിച്ച് ഇവിടേക്ക് എത്തിച്ചേരാവുന്നതാണ്. ഇനി ഇതല്ല, നിങ്ങളുടെ സ്വന്തം വാഹനത്തിലാണ് നിങ്ങൾ വരാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ശ്രീ പറശ്ശിനിക്കടവ് മുത്തപ്പൻകാവ് മടപ്പുര എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് അത് നോക്കി മാപ്പ് നോക്കി വന്നാൽ മതിയാവും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വരുന്ന വഴിക്ക് നാട്ടുകാരോടൊക്കെ ചോദിച്ചാൽ കൃത്യമായിട്ട് മുത്തപ്പൻകാവിലേക്കുള്ള വഴി അവർ പറഞ്ഞു തരുന്നതായിരിക്കും. കാരണം മുത്തപ്പൻകാവിലേക്കുള്ള വഴി അറിയാത്ത ഒരു കണ്ണൂർക്കാരനും ആ നാട്ടിലുണ്ടായിരിക്കില്ല. സോ ഗൈസ്, കുടുംബത്തോടൊപ്പം മുത്തപ്പൻകാവിലേക്ക് ഞാൻ നടത്തിയ ഒരു യാത്രയുടെ ഒരു ലഘു വിവരണമാണ് ഈ വീഡിയോയിൽ തുടർന്നങ്ങോട്ട് നിങ്ങൾ കാണാൻ പോകുന്നത്. ഞങ്ങൾ ശരിക്കും മുത്തപ്പൻകാവിൽ എത്തുമ്പോഴേക്കും ഏകദേശം സമയം രാത്രി ആയിട്ടുണ്ട്. ഒരു 9 മണിയായി കാണും കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഈ ഒരു പാലത്തിൻ്റെ മുകളിലൂടെ, നമ്മുടെ വളപട്ടണം പുഴക്ക് കുറുകെയുള്ള പാലമാണ്. അപ്പോൾ അങ്ങനെ കയറി വരുമ്പോൾ തന്നെ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് ഇതാണ്. അങ്ങ് ദൂരത്തായിട്ട് മുത്തപ്പൻകാവ് ഇങ്ങനെ തെളിഞ്ഞ് കാണുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ചെന്ന സമയമെന്ന് പറഞ്ഞത് ശരിക്കും പറയുകയാണെങ്കിൽ മുത്തപ്പൻ്റെ പുത്തരി തിരുവപ്പന മഹോത്സവം നടക്കുന്ന സമയമാണ് കേട്ടോ. ഈ സമയത്താണ് മുത്തപ്പൻകാവ് ഏറ്റവും ഭംഗിയോടുകൂടി കാണാൻ വേണ്ടി സാധിക്കുക. കാരണം നമ്മുടെ മടപ്പുരക്ക് ചുറ്റും നല്ല അടിപൊളിയായിട്ടുള്ള ലൈറ്റ്സുകളും മറ്റു കാര്യങ്ങളൊക്കെ തൂക്കി മനോഹരമാക്കിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു കാഴ്ചയോടുകൂടിയാണ് ഞങ്ങൾ മുത്തപ്പൻകാവിലേക്ക് ഇറങ്ങി ചെല്ലുന്നത് തന്നെ. കളിയാട്ടക്കടവത്ത് തിറയാട്ടം പതിവായും തലേ ദിവസം രാത്രി അല്പം നേരം വൈകി എത്തിയതുകൊണ്ട് മുത്തപ്പൻ മടപ്പുരക്കകത്ത് ഞങ്ങൾക്ക് താമസിക്കാൻ ഇടം ലഭിച്ചിട്ടില്ലായിരുന്നു. കാരണം 9:30 ആകുമ്പോഴേക്കും മുത്തപ്പൻ മടപ്പുര മൊത്തമായിട്ടും ക്ലോസ് ചെയ്യും. പിന്നെ അതിനുള്ളിലോട്ട് ആളുകളെ പ്രവേശിപ്പിക്കുന്നതല്ല. അപ്പം അതുകൊണ്ട് തൊട്ടടുത്തുള്ള ഒരു റെസിഡൻസിയിൽ ഞങ്ങൾ റൂം എടുക്കുകയായിരുന്നു. ഈ റൂമിന് ഏകദേശം 1200 രൂപയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അളവ് കുറയും, ഇത്രയും ഉണ്ടാവും. മറ്റേ 100 നാം ഇന്ന് വെക്കും, കൂട്ടിയാൽ മതി. ആകെ 2 പൊതിയോ 1 പൊതിയോ ഉണ്ടെങ്കിൽ 4 രൂപ വിലയാ. ഇതുണ്ടെങ്കിൽ അത് പോയി. റൂമിൽ നിന്നും അതേപോലെ തന്നെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിന്നുമൊക്കെ മുത്തപ്പൻകാവിലേക്ക് പോകുന്ന വഴിക്ക് ഒരുപാട് ചെറിയ ചെറിയ കടകളും കച്ചവടക്കാരെയൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൂടെയൊക്കെ വേണം നമുക്ക് ഇങ്ങോട്ട് പോകാൻ തന്നെ. അപ്പോൾ പോകുന്ന വഴിക്ക് തന്നെ ഒരുപാട് ഭക്തിഗാനങ്ങളും മൊത്തത്തിലൊരു അന്തരീക്ഷം മാറും. ഒരു വല്ലാത്തൊരു മൂഡാണത്. അപ്പം അങ്ങനെ കയറി ചെല്ലുന്ന നമ്മൾ ആദ്യം കാണുന്നത് മുത്തപ്പൻ്റെ കവാടമാണ്. ഈ കാണുന്ന കവാടം കടന്ന് മുന്നോട്ട് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ എത്തിച്ചേരാൻ പോകുന്നത് ശ്രീ മുത്തപ്പൻകാവിനകത്തേക്കാണ്. മുത്തപ്പൻ മടപ്പുര എന്നാണ് ഇവിടം അറിയപ്പെടുന്നത്. സാധാരണ അമ്പലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി മുത്തപ്പൻകാവിൽ എത്തിയാൽ ആദ്യം തന്നെ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് ഈ കാണുന്ന സ്ഥലത്തേക്ക്, അതായത് മുത്തപ്പൻ്റെ ചായപ്പുരക്കകത്തേക്ക് കയറി
അവിടെ നിന്ന് മുത്തപ്പൻ്റെ പ്രസാദമായിട്ടുള്ള ആ ഒരു പയറും തേങ്ങാ കഷ്ണവും അതേപോലെ തന്നെ ചായയും ഒക്കെ കഴിക്കുക എന്നുള്ളതാണ് ആദ്യപടി. മുത്തപ്പൻ്റെ ഈ ഒരു പ്രസാദം കിട്ടുന്ന ഈ ഒരു ചായപ്പുരയുടെ തൊട്ടടുത്ത് തന്നെയായിട്ടാണ് വഴിപാട് കൗണ്ടറും മറ്റുമുള്ളത്. എന്തെങ്കിലും വഴിപാടുകളോ മറ്റോ കഴിക്കാനുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ വെച്ച് ഷീട്ടാക്കാവുന്നതാണ്. അതേപോലെ തന്നെ ചോറൂണിൻ്റെ കാര്യങ്ങൾ ഇവിടെ വെച്ച് നിങ്ങൾക്ക് നടത്താവുന്നതാണ്. മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് മുത്തപ്പൻകാവിൽ കാണുന്ന മറ്റൊരു കാഴ്ചയാണ് ദേ ഇവർ എന്ന് പറയുന്നത്, നായ്ക്കൾ. മുത്തപ്പൻ്റെ വാഹനമാണ് ഇവർ. അതുകൊണ്ട് തന്നെ മുത്തപ്പൻകാവിൽ എവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ സ്വതന്ത്ര സഞ്ചാരം നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അങ്ങനെ ഞാൻ മുത്തപ്പൻ്റെ തിരുസന്നിധിയിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നേരെ നമ്മുടെ പാദരക്ഷകളെല്ലാം അയച്ചു വെച്ച് നേരെ വളപട്ടണം പുഴയിലോട്ടിറങ്ങി അവിടെ നിന്ന് കൈകാലുകൾ വൃത്തിയാക്കിയതിന് ശേഷമാണ് മുത്തപ്പൻ മടപ്പുരക്കകത്തേക്ക് പ്രവേശിക്കാറുള്ളത്. അപ്പം ആ പതിവ് ഇത്തവണ ഞാൻ തെറ്റിച്ചില്ല. വളപട്ടണം പുഴയിൽ അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട്. അപ്പം ആ ഒരു വെള്ളത്തിൽ കൈയും കാലും ഒക്കെ ഒന്ന് കഴുകി നേരെ മുത്തപ്പൻ്റെ അടുത്തേക്ക് പോകാൻ പോവുകയാണ്. ഞാൻ വളരെ സന്തോഷത്തിലാണ്. കാരണം മുത്തപ്പൻകാവിൽ പോവുക എന്നുള്ളത് മനസ്സിന് ഏറ്റവും സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. പാവങ്ങളുടെ ദൈവമായിട്ടുള്ള പാവപ്പെട്ടവൻ്റെ കണ്ണീരൊപ്പുന്ന മുത്തപ്പൻ്റെ അടുത്തേക്ക്. തന്നിടണേ ഭാഗ്യം കാണാൻ നിന്റെ ആറാട്ട്, മഞ്ഞിൽ വന്ന കൈലാസേശ നീരാട്ട്, നിന്നടയിൽ വരുവോർക്കെല്ലാം എന്നും ചോറൂട്ട്, നിന്നടയിൽ വരുവോർക്കെല്ലാം എന്നും ചോറൂട്ട്, പറശ്ശിനിക്കടവിൽ ദേവാ നിൻ വിളയാട്ട്, എന്റെ മുത്തപ്പ എന്റെ പൊന്നു മുത്തപ്പ. മുത്തപ്പൻ്റെയും മുത്തപ്പൻ കാവിൻ്റെയും ഐതിഹ്യങ്ങളും അതേപോലെ തന്നെ ചരിത്രങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഈ ഒരു വീഡിയോ മതിയാവില്ല. അതിലേക്ക് ഞാൻ കടക്കുന്നുമില്ല. പക്ഷേ ഒരു കാര്യം പറയാം, മുത്തപ്പൻ കാവിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ദൈവത്തോട് നമ്മുടെ കാര്യങ്ങൾ നേരിട്ട് സംസാരിക്കാൻ വേണ്ടി സാധിക്കും. മുത്തപ്പൻ്റെ അടുത്ത് നമ്മുടെ സങ്കടങ്ങളും പ്രശ്നങ്ങളും ഒക്കെ പറയാം. മുത്തപ്പൻ അതിനുള്ള പ്രതിവിധിയും അതേപോലെ തന്നെ പരിഹാരവും പിന്നെ അനുഗ്രഹവും നൽകി നമ്മളെ യാത്രയാക്കും. അപ്പം ഇതിനായിട്ടുള്ള സമയമെന്ന് പറയുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ മുത്തപ്പൻ്റെ വെള്ളാട്ടവും തിരുവോപ്പനയും കഴിഞ്ഞ ശേഷമുള്ള ബാക്കി സമയം അത്രയും മുത്തപ്പൻ ഭക്തജനങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. ഭക്തർക്ക് നേരിട്ട് കാര്യങ്ങൾ സംസാരിക്കാനും അതിനുള്ള മറുപടി കൊടുക്കാനുമുള്ള സമയമാണിത്. മുത്തപ്പൻകാവിലെ ദർശനവും മറ്റും കഴിഞ്ഞ ശേഷം നമുക്ക് ഒരുപാട് സമയം ബാക്കിയുണ്ടായിരിക്കും. കാരണം ഉച്ചക്കത്തെ ഉച്ചഭക്ഷണ സമയമെന്ന് പറയുന്നത് 12 മണിയാണ്. ഏകദേശം 9 മണിയോടുകൂടി തന്നെ നമ്മുടെ കാര്യങ്ങളെല്ലാം കഴിയും. അത് കഴിഞ്ഞ് കുറേ സമയം ബാക്കിയാണ്. അപ്പോൾ ആ സമയം വേണമെങ്കിൽ നമുക്ക് ഇവിടെ ബോട്ടിംഗ് ഒക്കെ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. കാരണം മുത്തപ്പൻകാവ് അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ടാണ് ബോട്ടിംഗ് ഉള്ളത്. അതിപ്പോൾ കേരള സർക്കാരിൻ്റെ ആണെങ്കിലും അതല്ല പ്രൈവറ്റ് ആയിട്ടുള്ള ബോട്ടിംഗ് ഒക്കെ ആണെങ്കിലും ഒരുപാട് സർവീസുകൾ ഇവിടെ അവൈലബിൾ ആണ്. മാത്രമല്ല ഒരുപാട് നല്ല ഫോട്ടോ എടുക്കാനുള്ള സ്ഥലങ്ങളും ഒക്കെ മുത്തപ്പൻകാവിലുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഈ കാണുന്നതാണ് മുത്തപ്പൻ്റെ ഊട്ടുപുര. മുത്തപ്പൻകാവിൻ്റെ അരികിലായി തന്നെ, അതായത് ബോട്ടിങ്ങിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് ഈ ഒരു മുത്തപ്പൻ ഊട്ടുപുര ഉള്ളത്. ഇവിടെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകമായിട്ട് 2 ക്യൂകളാണ് ഉള്ളത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നിന്നടയിൽ വരുവോർക്കെല്ലാം എന്നും ചോറൂട്ട്, പറശ്ശിനിക്കടവിൽ ദേവാ നിൻ വിളയാട്ട്, എന്റെ മുത്തപ്പ എന്റെ പൊന്നു മുത്തപ്പ. അപ്പോൾ ഇവിടെ 12 മണിയാകുമ്പോഴേക്കും ഭക്ഷണമെല്ലാം റെഡിയാകും. ഉച്ചഭക്ഷണം റെഡി ആയിട്ടുണ്ടായിരിക്കും. മുത്തപ്പൻകാവിലെ ഉച്ചഭക്ഷണത്തെക്കുറിച്ച് പ്രത്യേകം ഞാൻ പറയേണ്ട കാര്യമില്ല. വലിയ സദ്യയോ മറ്റോ ഒന്നും തന്നെയല്ല. ഒരു ചോറും ഒരു സാമ്പാറും ഒരു മോരുകറിയും മാത്രമേ ഉള്ളൂ എങ്കിൽ കൂടി ഇതിൻ്റെ സ്വാദ് അത് ഒരിക്കലെങ്കിലും അവിടെ പോയിട്ട് രുചിച്ചവർക്ക് അറിയാൻ വേണ്ടി സാധിക്കും. ഉച്ചഭക്ഷണത്തിന് ശേഷം അല്പസമയം വിശ്രമിക്കണം എന്നുണ്ടെങ്കിൽ മുത്തപ്പൻകാവിൻ്റെ തന്നെ പരിസരത്ത് നിങ്ങൾക്ക് വിശ്രമിക്കാവുന്നതാണ്. അവിടെയുള്ള വരാന്തയിലും
ഇരിപ്പിടങ്ങളിലും ഒക്കെ നിങ്ങൾക്ക് വിശ്രമിക്കാവുന്നതാണ്. ആരും തന്നെ നിങ്ങളെ ശല്യപ്പെടുത്താനോ എണീറ്റ് പോകാനോ ഒന്നും തന്നെ പറയില്ല. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് മുത്തപ്പൻകാവ് എന്ന് പറയുന്നത് നമ്മളുടെ ഒരു കുടുംബ വീട് പോലെ നമുക്ക് തോന്നും എന്ന് പറയുന്നത്. എല്ലാം കഴിഞ്ഞ ശേഷം ഒരിക്കൽ കൂടി മുത്തപ്പൻ മടപ്പുരക്കകത്ത് കയറി മുത്തപ്പനെ കണ്ടു വണങ്ങി തൻ്റെ സങ്കടങ്ങൾ ഒരാവർത്തി കൂടി പറഞ്ഞ് ഇനിയും വരും എന്ന് പറഞ്ഞ് മുത്തപ്പനോട് യാത്ര പറഞ്ഞിട്ട് വേണം നമ്മൾ മുത്തപ്പൻ കാവിൽ നിന്നും തിരിച്ചു പോകാൻ വേണ്ടി. ഈ വീഡിയോ തൽക്കാലം ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ഇറ്റ്സ് മീ ശ്യാം വിശ്വാസ് സൈനിങ് ഓഫ്. 33 കോടി ദേവകൾക്കെന്നും മുത്തപ്പനെന്നും ഒരു ഈശ്വരനല്ലേ. ഇടരിൽ തോഴനായി വന്നുദിച്ചില്ലേ പാലാഴിനാഥന്റെ ശമങ്ങല്ലേ. പാർവതിക്ക് പ്രാണനായുള്ള മുത്തേ എന്നെ കൈവേടിയല്ലേ. സങ്കടങ്ങൾ ചൊല്ലിടാം തമ്പുരാനേ.